ചേട്ടാ ഒന്ന് വലിച്ചു നോക്കാം, ഒന്ന് പിടിക്കട്ടോ. എന്ത് ഒന്ന് ഈ മൂലൊക്കെ ഒന്ന് പിടിച്ചു നോക്കി. മൂലക്കൈ ഞാൻ വാർത്ത നമ്പറാണ്. ഞാൻ ഇട്ടും ചങ്ങാണെങ്കിലും ഞാൻ പോകണേ. സാരില്ല പതുക്കായി ബേജാറാവണ്ടങ്ങളെ. ആളുകൾ ഇങ്ങനെ കണ്ണം ഇതെന്താ ഇവിടെ വന്നിരിക്കും? ഒന്നും പറയണ്ട, അതെ ഒരു കുട്ടിയുടെ കാലയിൽ കുടുങ്ങി. എവിടെ? അയ്യോ ചേട്ടാ, നടന്നു പോണേർന്ന് അറിഞ്ഞില്ല, താഴെ അങ്ങോട്ട് കാല് പോയി. ഇപ്പൊ വലിച്ചിട്ട് കിട്ടണില്ല, അതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കാല് കീറിയിരിക്കും. കീറും കാല് കീറും, ചിലര് മരിക്കന്നെ ചെയ്യും. ഒരുപാട് അപകടങ്ങൾ ഇനി ഉണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്തിലെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഇരിക്കണ ആരറിയോ? നമ്മുടെ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറാണ്. ഇയാള് മുഖാന്തരാണ് കോൺട്രാക്ടറെ കണ്ടിട്ട് ഇത് കൊടുത്തത്. അപ്പൊ തന്നെ 8 ലക്ഷം ഉറുപ്പിക അഴിമതി നടത്തി പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ഉണ്ടാക്കി. ചേട്ടാ അതൊക്കെ നിങ്ങളുടെ കാര്യമല്ല, പിന്നെ പറഞ്ഞു. അത് അറിഞ്ഞിരിക്കണം. ഞാൻ അന്നേ പറഞ്ഞു ഈ സ്ലാബ് പണിയുമ്പോ ഇതില് മറ്റേ മെറ്റലില്ല, സിമെന്റ് ഇല്ല, കമ്പിയില്ല. ഇയാളെ ചങ്ങായി ഇതൊക്കെ പഞ്ചായത്തിൽ വന്നിട്ട് പ്രസംഗിക്കും പറഞ്ഞല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ട കാര്യം അത് മറക്കില്ല ഞാൻ. അപ്പൊ പുരോഗമനത്തിന് തുരങ്കം വെക്കണമെന്നാ ഞാനെന്നല്ലേ പറഞ്ഞു. അല്ലെങ്കിൽ പുരോഗമനത്തിന് തുരങ്കം വെക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പൊ അനുഭവിച്ചേ. അത് അവരെ കാല് കൂടി അതിന് പാരക്കാളെ വിട്ടിട്ട് അവരോട് വരും. എന്താണ് കാണിച്ചത്? ഇതൊന്നും പൊക്കിയാ മതി. നോക്ക് കണ്ടില്ല, ഞാൻ മീറ്റിങ്ങിന് പോവാണ്. അതെ മുണ്ടിലൊക്കെ അതെ മാനേ കുട്ടിയെ 15 ഉറുപ്പ്യ കൊടുക്കണം പാരക്ക്. പാരക്കേ 15 ഉറുപ്പ്യ കൊടുക്കണം. എന്റെ നയാ പൈസ ഇല്ല. എന്താ വേണ്ടേ ചേട്ടാ? 15 150 ഞാൻ തരാം. 150 വേണ്ട, 15. എന്റെ പൊന്നാര കാക്ക, ആ പാര ഒന്നും എടുത്തുണ്ടോ തരുവോ? എന്തെന്നോട് ചൂടാവണേ? ഞാൻ തട്ടിച്ച മാതിരി വന്ന് വീണായി അറിയാതെ വന്ന് നോക്കി കാക്ക. എന്തപ്പത്? എന്തര ചങ്ങായി വന്നവരൊക്കെ പുള്ളിപ്പുള്ളിയുടെ മാതിരിയാക്കിയത്. എന്ത് കാട്ടണ്? അപ്പൊ ഭാര്യ ഇങ്ങനെ വീണന്റെ ഒരു വിഷമം കൊണ്ടല്ലേ നിങ്ങൾ അത് ചേട്ടാ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രായച്ചിട്ട് അതെ എന്റെ കയ്യിൽ കായില്ല. ഞാൻ അത് മേടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കാലെടുത്ത് പോവരുത് ഇവിടുന്ന് കേട്ടാ. അത് കൊണ്ടുവരുമ്പോ നിങ്ങൾ കാലം കൊണ്ട് പോരുത്. ഞാൻ അവിടെ നോക്കി അതാക്കി വണ്ടി ഇവിടെ വലിയ ബഹളനകട് കാര്യല്ലോ മോനെ, വലിയ ബഹളനകട് കാര്യല്ലോ. ഞാനൊരു മീറ്റിങ്ങിന് പോണ ആളാണ്. ഒരു മീറ്റിങ്ങിന് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഷർട്ട് മേടിച്ചു തരാം സാറേ. കാലയിൽ കുടുങ്ങി. എന്താ സംഭവം? കാലയിൽ കുടുങ്ങിക്കണ്ട. ഈ കാലം നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലേ? അതാ ഞാൻ പറയുന്നത്, മെമ്പർ നോക്കിക്കൊണ്ടിരിക്കാന്നല്ലാണ്ട് രക്ഷിക്കാനുള്ള ഒരു വഴി നോക്കില്ല. അതല്ലാതെ ഇത് ആൾക്കാരെ അറിയിക്കണ്ടേ? നിങ്ങളൊക്കെ എന്ത് ആൾക്കാരാണ്? ആളുകളെ അറിയിക്കണ്ട ചേട്ടാ, നമ്മള് 4 പേര് പിടിച്ചൊന്ന് പോകുന്നു. ആൾക്കാരെങ്ങനെ അറിയും? ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഓൺ സ്പോട്ട് മന്മഥൻ ഇപ്പൊ ലൈവ് വന്നേക്കണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ്. നോക്കിയാ ഒരു ഞാനിപ്പൊ നിക്കണ സ്ഥലത്ത് സ്ലാബ് പൊട്ടിയിട്ട് ഒരു ചേച്ചിയുടെ കാല് ഓടയിൽ വീണക്കണാണ്. അപ്പൊ ചേച്ചി നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണക്കാരാരാണ്? ഇത് പഞ്ചായത്ത് അധികൃതരാണ്, അവരുടെ അനാസ്ഥയാണ്. അപ്പൊ ഇത് കാണുന്നവര് നിങ്ങളെ പ്രതിഷേധം ഇതിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കണം. ഏട്ടാ നമ്മളെ പാവം ചേച്ചിനെ ഇവിടെ നിലവിളിക്കണേ. ഞാൻ ആ ചേച്ചിനെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാണ് പഞ്ചായത്തിന്റെ മെമ്പർ. ഈ മെമ്പറാണ് നിൽക്കുന്നത്. ഈ മെമ്പറുടെ കൺമുമ്പിലാണ് ഇത് നടക്കണത്. ചേച്ചിനെ നോക്ക് നിങ്ങൾ. ഈ ചേട്ടൻ ഭർത്താവ് ചേട്ടൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട് അത് എടുക്കാനായിട്ട്. പക്ഷെ കഴിയുന്നില്ല. നിങ്ങൾ കമന്റുകൾ അയക്കും, നിങ്ങൾ പ്രതിഷേധം കമന്റ് ആയിട്ട് അയക്കും. അതേ വന്നിക്കണ്. ആ ചേച്ചി വിഷമമുണ്ടെന്ന്, വിഷമമുണ്ട് ചേച്ചിയുടെ ഈ അവസ്ഥയിൽ കൂടെ ഉണ്ടെന്ന്. ഓ സോ സാഡ്. അതെ ഒന്ന് കാണിക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ. വെച്ചിട്ട് പോളാ പന്നി, അതിനെ കാലെടുക്കാം. അതെ നിങ്ങളിത് നിങ്ങളെ വിഷമങ്ങൾ അല്ലത് കാണിക്കണേ. എന്താ മറിഞ്ഞ കാല് കാണണം, കാല് കാണണം. ഒന്നും മാറി കാല്. ഇതാണ് കാല്. ഈ ചേച്ചിന്റെ കരച്ചില് കണ്ട നിങ്ങൾക്ക് കമന്റ് പ്രാർത്ഥിക്കാന്ന്. ചേച്ചി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കമന്റ് വന്നിരിക്കണാണ്. എടോ മന്മഥ, ഈ ഇരിക്കണത് എന്റെ മോളാണ്. അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളെ കൂടെ കൊണ്ടുവന്ന പന്തീരെ മുഖം ഒന്ന് കാണിക്കാൻ പോകുന്നു. ഇതിലെന്താ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കേനി? എന്ത് നാണക്കേടാന്ന്? എന്താണ് ഓനാ യൂട്യൂബ് ചാനലിലുള്ള നാടായ നാട് മുഴുവൻ ഈ വിവരം അറിയൂ. അറിയട്ടെ. അറിഞ്ഞിക്കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൽ നാണക്കേട് നിങ്ങൾക്കാണ്. നിങ്ങൾ വാർഡ് മെമ്പർ അല്ലേ? ഓരോടെ പോയി ബ്ലോക്ക് ചെയ്യാൻ പറയാത്. അത് കാണിക്കില്ല. പഞ്ചായത്ത് മെമ്പർ കയറക്കണന്റെ അടുത്ത് ഈ തോന്നിവാസം കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ പിടിപ്പുകേടാണ്.
ഒന്ന് പിടിക്ക. അല്ല ഇന്റെ മുണ്ടിലൊക്കെ ചളിയാവുള്ളൂ അതാണ്. നിങ്ങള് മാറിയ ചങ്ങായി നന്നായി ഒന്ന് അമർത്തി പോകൂടെ നല്ല പറ്റുള്ളൂ. പറ്റാത്ത പണിക്ക് മെമ്പറെ മെമ്പർ ഒന്ന് സഹായിച്ചു. ഞാൻ മെമ്പറല്ലേ നിങ്ങൾക്ക് വയസ്സായ എന്നോടാ പറഞ്ഞിട്ടാണ് ഞാൻ ശരിയാക്കാം. അതെ ഇതൊരു നേക്കാണ്. ഞാൻ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങോട്ട് തെക്കണം. അപ്പോഴത് വരില്ല. കാല് ശരിക്കും പിടിച്ചോ നോക്കട്ടാ. അപകടം വരുമ്പോ നമ്മൾ ചേച്ചിയുടെ നിലവിളി നോക്കിയിട്ട് കാര്യമില്ല. ചെറുപ്പം മുതൽ പണിയെടുത്ത് ശീലിക്കണം. വെള്ളം വെള്ളട്ടോണ്ടൊന്നും കാര്യമില്ല. നടക്കില്ല. എന്റെ ഫോൺ എടുത്ത് എന്താ എനിക്ക് തലക്ക് ഭ്രാന്തായ ആ പൊങ്ങുണ്ട് 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 എന്താ പേര്? ഹലോ സാറാട്ടാ എന്താ പോണ പോക്ക് നോക്ക്. അതെ അടാ വീട്ടുകാരറിയണ്ടേ ചുറ്റി കറങ്ങി നടക്കുമ്പോ ദൈവം തരണാണിത്. കുഴപ്പമില്ല. അധികം ചുറ്റി കളിക്കേണ്ട മനുഷ്യനെ പോവാൻ പറ്റേ എന്റെ 15 ഉറുപ്പ്യ പാറയുടെ 15 ഉറുപ്പ്യ പൈസ കൊടുക്ക് 15 ഉറുപ്പ്യ എടുത്തു കൊടുക്ക. 15 ഉറുപ്പ്യ പൈസ കൊടുക്കേ. കുഴപ്പമില്ല മോളെ. വേദനയില്ലല്ലോ. ചേഞ്ച് 500 എന്താ ഈ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ കായില്ല. കൊടുക്ക് ചില്ലറ ഞാൻ തരാം. അങ്ങോട്ട് കാട്ട്. ബാക്കി എനിക്ക് തന്നെ ചേച്ചില്ലേ ഞാൻ മാറ്റി തരാം. ഞാൻ കൊടുക്കാം. 5 എന്ത് 15 അതെ എങ്ങടെ പോണ്? അങ്ങട് കാട്ടിക്കോ. ഞാൻ ഇക്കല്ലേ 15 ചില്ലറല്ലോ. അല്ല ഞാൻ കയ്യിൽ പിടിക്കായി വേണ്ടേ? ഞാൻ മാറ്റിട്ട് 15 രൂപയാണ് കൊടുത്താ പോരെ. ആൾക്കാർ സഹായിക്കുമ്പോ നിങ്ങൾ കാണിക്കണം കേട്ടോ. ബാക്കി തന്നില്ല. ബാക്കിയൊക്കെ തരാട് പോയിക്കോളെ. കാല് ബാക്കി കിട്ടിയത് ബാക്കിയൊന്നും വിചാരിക്കണോ ചങ്ങായി? ഇനി ആരറിഞ്ഞിട്ട് എന്തായാലും ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി ഞാൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും നിന്റെ അച്ഛനെ എനിക്കേ തരുവുള്ളൂ. നടക്ക്. രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ മതി. നമുക്ക് ആശുപത്രി പോകണം. എവിടെയെങ്കിലും പോകാം. ഇവിടെ നിന്നൊന്ന് പോകാം ഈ കുരിപ്പുകളുടെ ഇടയിൽ നിന്ന്. പഞ്ചായത്തിരിക്കല്ലേ ഞാൻ മീറ്റിങ്ങിന് പോലെ നിങ്ങളെ നോക്ക് പോയാക്കാം. എന്റെ കോലം കണ്ട ഇന്റെ കോലം നോക്ക്. വള്ളിയിൽ പോകേണ്ട മനുഷ്യനല്ലേ ഞാൻ. എന്താണ് വെച്ചിട്ട് എന്താ ഞാനുണ്ട് അല്ലാണ് എന്റെ 500 ഉറുപ്പ്യ ആ കായിന്റെ 500 ഉറുപ്പ്യ എന്ത് കാട്ടെ 500 ഉറുപ്പ്യ കാലെടുക്കാൻ പറ്റില്ലല്ലോ റബ്ബേ. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോ ഒരു മനുഷ്യനല്ലേ ഇവിടെ രക്ഷിക്കാൻ.
ന്യായം മായം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബില് മരമായം ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. മറിമായം.